ഗുരുവായൂരപ്പന്റെ കുട്ടിയാ. ആന കുത്തിന്ന് വരും. ആ ചടങ്ങ് ഒരു നിഗൂഢമായിട്ടുള്ളതാണ്. ചിലപ്പോ ചത്തൂന്ന് വരും. കഥലിപ്പോഴും കല്ലും മറക്കില്ല. ഈ ആളുടെ ഇരുന്ന് കുട്ടിയെ മേടിക്കുക, കാശ് കൊടുത്തിട്ട്, ദക്ഷിണ കൊടുത്തിട്ട്. ഞാനൊക്കെ ഭക്തി ഉണ്ട് എന്ന് നടിക്കുന്ന ഒരാൾ. അപ്പൊ ഞാനൊന്നും ഒരു ഭക്തനല്ല. ഗുരുവായൂരപ്പന്റെ കൂടെ 55 വർഷമായിട്ട് സന്തത സഹചാരിയായിട്ട് ഇരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഗുരുവായൂരപ്പന്റെ കീഴ്ശാന്തി കിഴിയടം രാമൻ നമ്പൂതിരിക്കർ. നമസ്കാരം. 55 വർഷമായിട്ട് ഭഗവാന്റെ കൂടെ തന്നെയാണ്. അപ്പൊ തിരുമേനി ജനിച്ചു വളർന്നത് ഗുരുവായൂരപ്പന്റെ മണ്ണിൽ തന്നെയാണ്. കുട്ടിക്കാലമൊക്കെ ഗുരുവായൂരപ്പന്റെ കൂടെയാണല്ലോ. ആ ഒരു അനുഭവങ്ങൾ എങ്ങനെ? അപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ ചോറൂണ് കഴിഞ്ഞാൽ ആദ്യം കാണിക്കുക ഗുരുവായൂരപ്പനെ കൊണ്ടുപോയിട്ടാ. അമ്മ അച്ഛൻ കൊണ്ടുപോവുക ഗുരുവായൂരമ്പലത്തേക്കാണ്. 6 മാസം ആകുമ്പോഴാണ് ചോറ് കൊടുക്കുക. ഈ 6 മാസം ആകുമ്പോ ചോറ് കൊടുക്കുന്നത് ഈ 6 മാസമായാലേ രസം അനുഭവിക്കാറുള്ളൂ കുട്ടിക്ക്. ആദ്യം ഗുരുവായൂരപ്പനെ കാണിക്കാൻ കൊണ്ടുപോകും. അടിമ കടത്തേച്ചി. അതെ, അടിമ കടത്തുന്നതിന്റെ സങ്കല്പം എന്താ വെച്ചാൽ അവിടെയാണ് കടത്തും ആ വലിയ ബലിക്കല്ലിന്റെ അടുത്ത്. എന്നിട്ട് അടിമ കടത്തിയാൽ വേറൊരാള് ആ കുട്ടീനെ എടുക്കണം. എന്നിട്ട് ഈ അമ്മ തിരിഞ്ഞു നോക്കാണ്ട് നടക്കുക. എന്നിട്ട് അമ്മയല്ലാത്ത ഒരാള് ഈ ആളുടെ ഇരുന്ന് കുട്ടിയെ മേടിക്കുക, കാശ് കൊടുത്തിട്ട്, ദക്ഷിണ കൊടുത്തിട്ട്. എന്താ അതിന്റെ സങ്കല്പം എന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പന്റെ കുട്ടിയാ. അപ്പൊ ഈ കുട്ടിയെ നോക്കേണ്ടത് ആരാ? ഗുരുവായൂരപ്പനാണ്. അതാണ് അതിന്റെ മഹത്വം. അപ്പൊ അന്ന് മുതൽ ഗുരുവായൂരപ്പനെ കണ്ടു. ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് കീഴ്ശാന്തി. ഗുരുവായൂരപ്പനെ എഴുന്നള്ളിക്കുന്ന ശിവേലി എഴുന്നള്ളിക്കുന്ന കീഴ്ശാന്തിയാണ്. അതൊരു അനുഭൂതിയല്ലേ, പറയാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്. ഇത് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആദ്യം എടുക്കുമ്പോ അതിനൊരു ഉപദേശം തരാണ്. ആദ്യം എടുക്കാൻ പോകുമ്പോ അച്ഛൻ ഉപദേശം തരണം. ശാന്തി ഏൽക്കുക എന്നാണ് അതിന്റെ പേര്. അപ്പൊ ശാന്തി ഏൽക്കുക എന്നാണ്. അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞ വാക്ക് എന്റെ മനസ്സിലുണ്ട്. തറമ്പെടുത്ത് ആനപ്പുറത്ത് കയറാനാണ് പോണത്. ആന ഓടിന്ന് വരും, ഇടഞ്ഞിട്ടേ. ആനപ്പുറത്ത് നിന്ന് വീണൂന്ന് വരും, ആന കുത്തിന്ന് വരും, ചിലപ്പോ ചത്തൂന്ന് വരും. തന്നെ വാക്ക്. ഇത് വിടരുത്, ഇത് വിടരുത്, ഇത് എടുത്തോർത്ത് കൊണ്ടക്കണം. ഇതാണ് ആദ്യത്തെ ഉപദേശം. അതാണ് അനുഭവം. ഇത് വിടരുത്, ഈ പാദം വിടരുതെന്ന്. ഈ പാദം പിടിച്ചോളൂ. ലോകത്തിന് മുഴുവൻ വേണ്ടത് ഈ പാദമാണ്. ഈ പാദം മുറുക്കി പിടിച്ചോളൂ. യോഗീന്ദ്രാണെന്ന് പറഞ്ഞില്ലേ, ഏറ്റവും വലിയ ആളുകൾക്ക് പോലും ആ പാദം കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ കാക്കലാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ആ കാലാണ് മുറുകെ പിടിച്ചത്. ഒരിക്കലും അത് വിടരുത്. മരിക്കണവരെ അത് പിടിച്ചു നിൽക്കണം തന്നെയാ മോഹം. അത് വിടൂല്ല. തിരുമേനി, യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തനാവണമെങ്കിൽ നവഭക്തികളെ കുറിച്ച് പറയണ്ടല്ലോ ഭാഗവതത്തിലൊക്കെ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പൊ അർച്ചനം, വന്ദനം, ദാസ്യം, അവിടെ ശ്രവണം. ആദ്യം കേൾക്കണം. കേട്ടാൽ മനസ്സിലാക്കാറാവണം. ആദ്യം കേട്ട് കുട്ടിക്കാലത്ത് 6 മാസമായ കുട്ടി ചെവിയിലൂടെ കേൾക്കുന്ന അച്ഛൻ അമ്മാന്ന് കേട്ടത് പറഞ്ഞ് വരാറാവണമെങ്കിൽ ശ്രവണം കേൾക്കണം. പിന്നെ കീർത്തനം, അത് പാടാറാവണം. ശ്രവണം, കീർത്തനം, വിഷ്ണു ആ പാടുന്നതൊക്കെ ഭഗവാന്റെ സ്മരണയായി മാറണം. വിഷ്ണു സ്മരണം. അത് കഴിഞ്ഞാൽ പാദസേവനം, അദ്ദേഹത്തിന്റെ കൈകാര്യം ചെയ്യാറാവണം. ചനം, പിന്നെ അർച്ചനം, പൂജിക്കാറാവണം, വന്ദിക്കാറാവണം. കാണുന്നവരെ മുഴുവൻ ഈശ്വരനായിട്ട് കാണാറാവണം. ദാസ്യം, എല്ലാ ദാസ്യ പ്രവൃത്തികളും ചെയ്യാറാവണം. കാണുന്നതൊക്കെ ഈശ്വരനാണ്, വേറെ ഒന്നും പ്രപഞ്ചത്തിലില്ല. ഏത് കണ്ടാലും, ആയയെ കണ്ടാലും, പൂച്ചയെ കണ്ടാലും, പട്ടിയെ കണ്ടാലും, പാമ്പിനെ കണ്ടാലും ഒക്കെ ഈശ്വരനാണെന്ന് തോന്നാറാവണം. അത് കഴിഞ്ഞാൽ സഖ്യം ചെയ്യണം. ഞാനും നീ ഒന്നാണ്, ഗുരുവായൂരപ്പനും ഞാനും ഒന്നാണ്. അങ്ങനെ ആത്മാവിനെ, എന്റെ ആത്മാവിനെ വല പാദത്തിൽ വെച്ച് നമസ്കരിക്കാനുള്ള ശക്തി ഉണ്ടാവണം. അതാണ് യഥാർത്ഥ ഭക്തി എന്ന് ഭാഗവതം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാനൊന്നും ഒരു ഭക്തനല്ല. ഞാനൊക്കെ ഭക്തി ഉണ്ട് എന്ന് നടിക്കുന്ന ഒരാളാവാം. ആ നടിക്കുന്ന എന്നെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ഭക്തി ഉള്ളവരെ ഏത് രീതിയിൽ നോക്കുന്നുണ്ടാവും ഗുരുവായൂരപ്പെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതാണ് ഭക്തി. ഭക്തനാവണമെങ്കിൽ ഗുരുവായൂരപ്പിന്റെ അടുത്ത് വന്ന് അടി കൊണ്ട് നേരെ ആവണം. അല്ലാണ്ട് വെറുതെ ഭക്തി ഉണ്ടാവില്ല. അനവധി അടി കൊള്ളണം. എനിക്ക് കിട്ടിയതൊക്കെ അടികളാണ് ഓരോ സമയത്ത്. ഞാൻ പറഞ്ഞ അനവധി അനുഭവങ്ങൾ. ഓരോ അനുഭവങ്ങളും ഓരോ അടികളാണ്. ആ അടികൾ കിട്ടുന്നത്, അടി തരുന്നത് നീ നന്നാവാനാണ്, എന്റെ മനസ്സ് നന്നാവാനാണ്. ശ്രീകോവിലില് ഭഗവാനും തിരുമേനി മാത്രമുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ടോ? ധാരാളം. അപ്പൊ ആ സമയത്ത് ഭഗവാന്റെ ഒരു സാന്നിധ്യം തിരുമേനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ള അത് അങ്ങനെ പറയാൻ പറ്റുന്നതല്ല. അത് അനുഭവിക്കാൻ പറ്റുന്നതാണ്. തിരുമേനി നിവേദ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇരുമ്പിന്റെ ഒരു തുളച്ചു കയറി ബ്ലഡ് വന്നിട്ട് അശുദ്ധാവെന്ന് വിചാരിച്ചിട്ട് ആശുപത്രിയിലേക്ക് പോയില്ല. അങ്ങനെ ഒരു അനുഭവം. അതുണ്ടായത് അടുപ്പിലേക്ക് വീണു. അടുപ്പത്തേക്ക് ചെറുപ്പം കയറ്റി വെക്കാൻ, പായസത്തിന്റെ പാത്രം കയറ്റി വെക്കാൻ നിൽക്കുമ്പോ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇത് കേറുമ്പോൾ വീണപ്പോ ഈ ഇരുമ്പിന്റെ റെയിലാണ്, ഈ അടുപ്പം കല്ലല്ല. അപ്പൊ റെയില് ഇങ്ങനെ തുടമ്പിൽ അടിച്ചു കയറി ഒരു വി ടൈപ്പായി തോടായുടെ ഭാഗം.
ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നീറ്റ് ഇറങ്ങി ഓടി പുറത്തേക്ക്. പ്രാണവേദനയാവാം അതോ ചോര വീണ് പുണ്യാൻ പറ്റെടുത്ത് വെച്ചിട്ടാണോ എനിക്ക് രണ്ടും അറിയില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ട് എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ തന്നെയാണ് വിളിച്ച് പറഞ്ഞത് എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ. അപ്പൊ ആർക്കും അറിയില്ല എന്താ പറ്റിയെന്ന്. കാരണം ദേഹത്തൊന്നും കാണാനില്ല. ഞാൻ ഒരു വലിയ തോർത്തുണ്ട് കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു വലിയ മുണ്ടെടുത്ത് തോടയമ്പിൽ കെട്ടി അങ്ങനെ തന്നെ ആശുപത്രി കൊണ്ടുപോയപ്പോ ഒരു ഇത്ര ഇഞ്ച് താഴത്തേക്ക് കയറിയിട്ടുണ്ട് വി ഷേപ്പിൽ. അവിടെ ചെന്ന് കയ്യൊക്കെ ഇളക്കുമ്പോൾ നിറച്ച് കരിയൊക്കെ അല്ലേ, കുറെ സ്റ്റിച്ചൊക്കെ വേണ്ടി വന്നു. 10 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. എനിക്ക് വേദനയൊന്നുമില്ല, ആണ് രസം. എനിക്ക് വേദനയൊന്നുമില്ല. ഞാൻ കുളിച്ച കൂടിയൊക്കെ ഇട്ടിട്ട് സുഖമായിട്ട് ഇങ്ങനെ കിടക്കും. അവിടുന്ന് പുറത്തേക്ക് പോകില്ല. ഡോക്ടർ പറയും പഴുപ്പ് വന്നാൽ കുടുംബം, അതുകൊണ്ട് പോകാൻ പറ്റില്ല പറയും. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കും. ആൾക്കാർ കാണാൻ വരുമ്പോൾ ചെറിയ ഇയാളെ രോഗി തോന്നും. ആ മട്ടാ ഞാൻ നിന്നിരുന്നത്. അതായത് പറയാം, അതൊക്കെ ഒരു തമാശയായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതൊരു മാർച്ച് 31 തീയതിയാണ് ഇത് സംഭവിക്കുന്നത്. വിഷുവിന് ഞാൻ കണി കാണാൻ പോകുന്ന ആളാ. അതിന് പോകാൻ പറ്റുമോ എന്ന് ഭയമായി. ഇത് അസുഖം വന്നില്ലേ. അപ്പൊ ഡോക്ടറോട് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു പറ്റോ സംശയമാണ്, അടുത്ത കൊല്ലം ഉണ്ടാവും ഉത്സവം വിഷു, കൊല്ലം പറ്റുമോ എന്ന് പറയാൻ. 11 തീയതി ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ ഡോക്ടറോട് ചോദിച്ചപ്പോ സ്റ്റിച്ച് എടുക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറോട് നാളെ വൈകുന്നേരം ഒന്ന് വരൂ നോക്കാം നോക്കൂ. 12 തീയതി വൈകുന്നേരം ചെന്നപ്പോ ഒരു സ്റ്റിച്ച് അല്ലാത്തൊക്കെ എടുത്തു. അവിടെ ഒരു ഭാഗം പഴുപ്പും ഉണങ്ങിയില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞല്ല ഒരെണ്ണം കൂടി എടുത്താക്കി പോകാമ്പോഴത്തേക്ക് എനിക്ക് വേദനയൊന്നുമില്ലേ, മുറി ഉണ്ടെന്നല്ലാണ്ട് എനിക്ക് വേദനയൊന്നുമില്ല. 13 തീയതി വൈകുന്നേരം ഒരു ആനാട് ചെന്നു ഡോക്ടർ അതും കൂടി എടുത്തു. ഡോക്ടർ പഴുപ്പ് ഉണങ്ങിയിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, നാളെ കണി കാണല്ലേ വേണ്ട, 2 മണിക്ക് കുളിക്കണവരെ കെട്ടഴിക്കണ്ട. ഈ 2 മണിക്ക് കുളിച്ചാൽ കെട്ടഴിച്ച് തിരിച്ചു വന്ന് ഇതേപോലെ തന്നെ ഡ്രസ് ചെയ്യണം. പിന്നെ എന്നോട് ചോദിച്ചിട്ട് കുളിച്ചാൽ മതി എന്നാണ് ഡോക്ടർ മറുപടി പറഞ്ഞത്. പോയി. അതാണ് ഗുരുവായൂരപ്പൻ. എന്താ വേണ്ട വിചാരിച്ചൊക്കെ ചെയ്തുതരും, എല്ലാം ചെയ്തുതരും. ഒരു സംശയം വേണ്ട. തിരുമേനിന് അത്രയും വലിയൊരു മുറിവ് സംഭവിച്ചിട്ട് പോലും വേദന അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് സംശയമില്ല, ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. സംശയം എന്താ? അതെ. അപ്പൊ അതുപോലെ ഒരുപാട് ഭക്തര് പറഞ്ഞ പോലെ പല രോഗങ്ങളിൽ നിന്നും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഗുരുവായൂർ ഒരു വഴിപാട്, ത്വക്ക് രോഗം വന്ന ചേന വഴിപാട് ചെയ്യാൻ പറയും. ചേന ത്വക്ക് രോഗം വന്ന ചേന വഴിപാട്. ചേന അതെങ്ങനെയാണ്? ചേന കൊണ്ടുപോയി നിറക്കി വെക്കുക. ധാരാളം കൊണ്ടയ്ക്കുന്ന ആളുകൾ ചേന കൊണ്ടയ്ക്ക് ചേന ഭഗവാൻ സമർപ്പിക്കാം. ചേന സമർപ്പിക്കാം. ഇത് അപ്പൊ അത് പ്രകൃതി ദത്താണല്ലോ. ചേന എന്താ, ചേനക്ക് എന്താ, ചേനയുടെ സ്വഭാവം എന്താ? അതെ, ചൊറിഞ്ഞാൽ എന്താ ദേഹത്തിന് ഉണ്ടാവുക? ദുഃഖം ഉണ്ടാവും. ആ ദുഃഖം ഇല്ലാണ്ടാക്കാൻ നല്ലതാണ്. ത്വക്ക് രോഗം എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഞാൻ. ശ്വാസം മുട്ടുണ്ടാവുക. ശ്വാസം മുട്ട് പറഞ്ഞാൽ എന്താ, പിടിച്ചു വലിക്കുക, ഇങ്ങനെ കെട്ടിയിടുന്ന പോലെയല്ലേ ശ്വാസം. അതിന് കയറ് വഴിപാടി. കയറ് പിരിയല്ലേ, പിരിച്ചു കൊടുക്കണല്ലേ. ഇതിനെന്താ ശ്വാസം മുട്ട് വരുമ്പോ എന്താ ഉണ്ടാവുക? പിരിഞ്ഞു കിടക്കും, ശ്വാസം കിട്ടാണ്ട് പോകും. അത് പിരിഞ്ഞാത് അങ്ങനെയല്ലേ ഉണ്ടാവുക. അതാവാം ഉദ്ദേശം. അത് പരിപാടിയാണ്. കയറ് വലിച്ചു നിറക്കി കൊണ്ടൊക്കെയാ. കയറ് അവിടെ ഉപയോഗിക്കും. അവിടെ കൊണ്ടുവച്ചാൽ വെള്ളം കുറെ ഉപയോഗിക്കുന്നത്. ധാരാളം ആളുകൾ കയറ് കൊടുക്കുന്നുണ്ട്, ചേന കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും പ്രധാനമായിട്ട് രോഗങ്ങൾക്ക് രോഗം ഇല്ലാണ്ടാക്കാനുള്ളതാണ്. ദേവസ്വത്തിന്റെ ബോർഡിലുണ്ടോ അല്ലെ നമുക്ക് ചെയ്യാം? ആർക്ക് നമുക്ക് മേടിച്ചോണ്ടൊക്കെ ദേവസ്വം ബോർഡിലൊന്നും ഇല്ല, യോഗ പരിപാടി ഒന്നും ഇല്ല. ശ്വാസമുട്ടില് വന്ന് ബുദ്ധിമുട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ് തിരുമേനി പറഞ്ഞത്. തിരുമേനി ഒരുപാട് ഭക്തര് ഗുരുവായൂരപ്പന്റെ അടുത്ത് വരും. അപ്പം അവരുടെ വിഷമങ്ങളൊക്കെ തിരുമേനിയോട് ഒന്ന് പറയായിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെ ഭക്തരുടെ അനുഭവങ്ങൾ എന്തെങ്കിലും മനസ്സിലായി? അതെ, ധാരാളം ആളുകൾ പറയാറുണ്ട്, ധാരാളം ആളുകൾ ചോദിക്കാറുണ്ട്. ഇന്നും ചോദിച്ചവരുണ്ട്, ഇന്നലെയും ചോദിച്ചവരുണ്ട്, നാളെ ചോദിക്കുന്ന തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ള പ്രാപ്തിയോ ഇല്ലെങ്കിൽ അറിവോ ഒന്നുമില്ല. പക്ഷേ എന്താണ് തോന്നുന്ന വെച്ചാൽ പറയും, ഇതില്ല ചെയ്തോളൂ പറയും. അനവധി ആളുകൾക്ക് അനുഭവങ്ങളുണ്ട്, നേരെയായിട്ടുണ്ട്. ഇത് ഗുരുവായൂരപ്പൻ തോന്നിക്കണു, ഗുരുവായൂരപ്പൻ പറയിപ്പിക്കും, ഗുരുവായൂരപ്പൻ ചെയ്യിക്കണു. അല്ലാണ്ട് നമുക്ക് അതിന് കഴിവുണ്ടായിട്ടല്ല, നമ്മൾ ഇതിനുള്ള ആളല്ല, പണ്ഡിത്യമുള്ള ആളല്ല. ഒരനുഭവം ഒരമ്മ കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ, അവർ വിളിച്ചിട്ട് ഉറക്കം വരുന്നില്ല, അതിന് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യണം നാളെ രാവിലെ. ഞാൻ ചെയ്തോളാം പറയും. ഞാൻ രാവിലെ ഒരു കദളിപ്പഴോ അല്ലെ എന്തെങ്കിലും അപ്പൊ തോന്നിയതാണ് ചെയ്യും. എന്താ ചെയ്യാന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല, ആ സമയത്ത് തോന്നി ചെയ്യും. പക്ഷേ പിറ്റേ ദിവസം അവര് വിളിച്ചു പറയും, ഇന്നലെ ഉറങ്ങിയിട്ടോ സുഖമായിട്ട്. അത് കേൾക്കുമ്പോൾ സുഖമായിരുന്നു. നമ്മൾ പറഞ്ഞത് ഗുരുവായൂരപ്പൻ പറയിപ്പിച്ചതാണോ ഇല്ലെന്നല്ല, ആ ചെയ്തതിന്റെ ഒരു ഫലം ഉണ്ടായിട്ടല്ലോ. അത് അവർക്ക് അനുഭവമല്ലേ. ഗുരുവായൂരപ്പന് ഇവിടെ ഉള്ളതൊക്കെ പ്രത്യേകതയാണ്. ഗുരുവായൂരപ്പന് ഇന്ന് അപ്പം ഇഷ്ടമാണ്, പായസം ഇഷ്ടമാണ്, പഞ്ചസാര ഇഷ്ടമാണ്, കദളിപ്പഴം ഇഷ്ടമാണ്. ഗുരുവായൂരപ്പന് നിവേദ്യ സാധനങ്ങളില് അച്ഛനൊക്കെ പറഞ്ഞു കേട്ടത് കദളിപ്പഴമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെണ്ണ ഉണ്ട്. ഈ കദളിപ്പഴത്തിനോടുള്ള ബന്ധം ഭയങ്കര അത്രേ. ഈ കദളിപ്പഴം കൊടുത്താൽ മറക്കില്ല എന്ന് പറഞ്ഞേക്കാറുണ്ട്. അതെന്താ വെച്ചാൽ കദളിപ്പഴത്തിനൊരു വാസന ഭയങ്കര, വെണ്ണയുടെ വാസന പോലെ കദളിപ്പഴത്തിനൊരു വാസന. അപ്പൊ അടിക്കാൻ കൈ വാങ്ങുമ്പോ ആ വാസന ഉണ്ടാവും ഉസരടയ്ക്ക് എന്ന് പറയാറുണ്ട്. അപ്പൊ കദളിപ്പഴം മറക്കില്ല. കദളിപ്പഴം കൊടുത്ത ആളും കല്ല് കൊടുത്ത ആളെയും മറക്കില്ല എന്ന് പറയാറുണ്ട്. ഒരു വാക്ക് അങ്ങനെയാണ്, കദളിപ്പഴം കല്ലും മറക്കില്ല. അത് പറയാം. നിവേദ്യത്തില് കല്ലുണ്ടെങ്കിൽ മറക്കില്ല അത്രേ, കടിക്കൂത്രേ കല്ല്. കദളിപ്പഴം കൊടുത്താൽ ആ വാസനയും മറക്കില്ല. അപ്പൊ കല്ലും കദളിപ്പഴം ഗുരുവായൂരപ്പൻ മറക്കില്ല എന്നൊരു ചൊല്ലു പറയാറുണ്ട്. നിവേദ്യം ഉണ്ടാക്കുമ്പോ കല്ലില്ലാണ്ടിരിക്കണം എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതാവും ഞങ്ങളെ പഠിപ്പിച്ചതുണ്ടാവുക. ഒരു
കീഴ്ശാന്തിയുടെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും എങ്ങനെയാണ് ഗുരുവായൂരപ്പന്റെ അടുത്ത്? രാവിലെ 2 മണി മുതൽ രാത്രി നട അടയ്ക്കണ വരെ പ്രവൃത്തിയെ പല രീതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ പ്രവൃത്തികളും അതാത് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ രാവിലെ ശ്രീലകത്ത് വിളക്ക് കത്തിക്കൽ മുതൽ രാത്രി തൃപ്പക കഴിയുന്ന വരെയുള്ള പ്രവൃത്തികൾ, അതിന്റെ ഇടയിൽ നിവേദ്യങ്ങൾ പാകം ചെയ്യൽ, ആനപ്പുറത്ത് കയറല്, ചന്ദന അരയ്ക്കല്, ഉപദേവന്മാരുടെ ശാന്തി, അങ്ങനെ തുടങ്ങി അനവധി പ്രസാദം കൊടുക്കല്, ഊട്ടുവരയിൽ വിളമ്പല്, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഗുരുവായൂരപ്പന്റെ ഒരു ദിവസത്തിലെ ചടങ്ങ് അവസാനിക്കുന്നത് തൃപ്പുക എന്നതിലൂടെയാണല്ലോ, അതിനെ കുറിച്ച് എന്ന് പറയൂ. തൃപ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പല രീതിയിൽ പല ആളുകൾ പറയുന്നുണ്ട്, ഭഗവാൻ ഉറക്കാണ്, അഷ്ടദമ്പതൊക്കെ ഉണ്ട്, ഇതൊക്കെ ശരിയാണ്. ആ ചടങ്ങ് ഒരു നിഗൂഢമായിട്ടുള്ളത്, അതീവ രഹസ്യമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ്. ആരും ആരോടും പറയാറില്ല, അത് അവിടെ നടന്നുകൊണ്ടിരിക്കും. അതാണ് അപ്പൊ അത് കഴിഞ്ഞാൽ നട ഉടനെ അടയ്ക്കും. ഈ ശാന്തിയാണ് തൃപ്പ നടത്താൻ. അത് 6 മാസം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഗുരുവായൂർ ഭഗവാൻ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഭക്തരാണ്. ഈ ഭക്തരൊക്കെ ഭഗവാനെ ഓരോ രീതിയിലാണ് കാണുക. ശരിക്കും ഗുരുവായൂർ അമ്പലത്തിലെ ചതുർബാഹു ആയിട്ടുള്ള മഹാവിഷ്ണു എന്ന് പറയപ്പെടുന്നു. പക്ഷെ എല്ലാവരും ഭഗവാനെ കാണുന്നത് ഉണ്ണിക്കണ്ണനായിട്ടാണ്. അതിനെ കുറിച്ച് തിരുമേനിയുടെ ഒരു അഭിപ്രായം എന്താണ്? അതെങ്ങനെ? ഇത് ഭക്തന്റെ ഭാവനയാണ്. ഗുരുവും വായും കൂടി പ്രതിഷ്ഠിച്ച വിഗ്രഹം, വസുദേവരെ പൂജിച്ച വിഗ്രഹം. കണ്ണനല്ലാതെ ശ്രീകൃഷ്ണനും പൂജിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ ശ്രീകൃഷ്ണനും പൂജിച്ച വിഗ്രഹമാണ്, ശ്രീകൃഷ്ണനല്ല. ദ്വാരക പ്രളയത്തിൽ മുങ്ങിയപ്പോ പൊന്തിക്കടന്നപ്പോ ഗുരുവും വായും കൂടി എടുത്തുകൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്ന് ചരിത്രം പറയണു. അപ്പൊ കൃഷ്ണനല്ല, മഹാവിഷ്ണുവാണ്. എപ്പോഴേ കൃഷ്ണനായത് ഭക്തന്റെ ഭാവനയില്. അപ്പൊ ഭക്തർക്ക് ഇഷ്ടം കൊടുത്തും എന്താണോ ഭക്തൻ ഇഷ്ടം വിചാരിക്കുന്നത് അത് കൊടുക്കുന്ന ഗുരുവായൂരപ്പനാണ്. എന്താണോ ഭക്തൻ ആഗ്രഹിക്കുന്നത് അതാണ് ഭഗവാൻ കൊടുക്കുക. നരസിംഹമായിട്ടാണോ കണ്ടത്, നരസിംഹമായിട്ട് കണ്ടോളൂ, അദ്ദേഹത്തിന് ആക്ഷേപമില്ല. കൃഷ്ണനായിട്ട് കണ്ടത് എപ്പോഴാ തോന്നിയത്? കൃഷ്ണനാട്ടം മുതലാവാം, ഇല്ലേ കുറൂരമ്മയ്ക്കാവാം, ഇല്ലേ പൂന്താനത്തിനാവാം, ഇല്ലേ വെല്ലുമംഗലത്തിനാവാം. ഗുരുവായൂരപ്പൻ എന്നായത് നാരായണീയം വന്നതിന്റെ ശേഷം. അതുവരെ ഗുരുവായൂരപ്പൻ ഇല്ല, ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാ പറഞ്ഞിരുന്നുള്ളൂ. ഗുരുവായൂർ എപ്പോഴാണ്ടായി? ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. അപ്പോഴേ ഗുരുവായൂരപ്പൻ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലേ പണ്ഡിതന്മാര് പറയണത്. നാരായണീയം മുതലാണ് ഗുരുവായൂരപ്പനും ഗുരുഭവനപുരം ഉണ്ടായത്. കുറൂരമ്മയ്ക്കും ഇല്ലമംഗലത്തിനും പൂന്താനത്തിനും ഒക്കെ കൃഷ്ണനായിട്ട് കണ്ടു. പോരാ, നാരായണീയത്തിന് പട്ടുതിരിപ്പാട് നാരായണീയം രചിച്ചില് ഒരു ഉണ്ണികൃഷ്ണനായിട്ട് മുമ്പിൽ വന്നിരുന്ന് ആ ഉണ്ണിക്കണ്ണനെ കേൾപ്പിച്ചു എന്നാ പറയണത്, പണ്ഡിതന്മാര് പറയണത്. ആ ഉണ്ണിക്കണ്ണൻ അവിടെ ഇരുന്ന് കേട്ടിരുന്നു അത്രേ. ഭക്തി ഉണ്ടാവാൻ എളുപ്പം കുട്ടികളാത്രേ. അപ്പൊ നമുക്കും ആ ഗുരുവായൂരപ്പന്റെ പാദം പിടിക്കുക, ആ കൃഷ്ണന്റെ പാദം പിടിക്കുക. അവിടെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ദുഃഖം ഉണ്ടാവില്ല. ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ദുഃഖമോചിതാവാണ്, അല്ലെങ്കിൽ മോചിപ്പിച്ച് തരുന്ന ആളാണ് ഗുരുവായൂരപ്പൻ. അതിൽ അത് തർക്കമില്ല. ഞാനും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആള്. ഒരാൾക്കും ദുഃഖം ഉണ്ടാവരുത്, ലോകത്തിനും ദുഃഖം ഉണ്ടാവരുത് തന്നെയാണ് എന്റെ ഈ പ്രാർത്ഥന. ഗുരുവായൂരപ്പ.